നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മദ്യപൻ ലഹരിയും നിരവധി കുടുംബങ്ങളിൽ കണ്ണീർ വീഴ്ത്തുന്നുണ്ട്. ഒട്ടേറെ മാതാപിതാക്കളുടെ ചോര പൊഴിക്കുന്നുണ്ട്. തിരുവനന്തപുരം നെടുമങ്ങാട് മദ്യലഹരിയിൽ മകൻ അമ്മയെ ചവിട്ടിക്കൊന്നൊരു വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. നെടുമങ്ങാട് തേക്കട സ്വദേശി 75-കാരിയായ ഓമൻ അമ്മയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി മകൻ ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് ഓമന അമ്മയെ ആദ്യം നെടുമങ്ങാട് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മകൻ മണികണ്ഠൻ എന്ന് വിളിക്കുന്ന സന്തോഷ് വട്ടപ്പാറ പോലീസിന്റെ പിടിയിലായി. സ്ഥിരം മദ്യപാനിയായ സന്തോഷ് വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കുക പതിവാണ്. മദ്യപിക്കാനും പണയം വെച്ച ബൈക്ക് തിരികെ എടുക്കാനും പണം കൊടുക്കാത്തതിനാലാണ് സന്തോഷ് അമ്മയെ മർദ്ദിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ സന്തോഷ് പതിവായി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു, മാതാപിതാക്കളെ മർദ്ദിച്ചിരുന്നു. വീട്ടിലും ഇതുപോലെ തന്നെ മദ്യലഹരിയിലെത്തി നാട്ടിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിയാണ് സന്തോഷ് എന്ന് പറയുന്നുണ്ട്. വി അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഈ സന്തോഷ് സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരു വ്യക്തിയാണെന്ന് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ പറയുന്നുണ്ട്. എന്താണ് കഴിഞ്ഞ ദിവസം ഇവരുടെ വീട്ടിൽ സംഭവിച്ചത്? എങ്ങനെയാണ് ഈ അമ്മയുടെ ഓമനാമ്മയുടെ മരണം സംഭവിക്കുന്നത്? ടോം, സന്തോഷ് സ്ഥിരം മദ്യപാനിയാണ്. മദ്യപാനെന്ന് മാത്രമല്ല, മദ്യപിച്ച് ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടാക്കുന്ന ആളുമാണ്. ഇന്നലെ രാത്രി 7:30 ഈ സംഭവം ഉണ്ടായത്. മദ്യപിച്ചെത്തിയ സന്തോഷ് ഈ ഓമനയെ മർദ്ദിക്കുകയും ചവിട്ടി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. തുടർന്ന് നാട്ടുകാർ 10 മണിയോടുകൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇവരെ എത്തിയെങ്കിലും 11:30 മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ഇവരുടെ പോസ്റ്റ്മോർട്ടം അടക്കം നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മദ്യലഹരിയിലാണ് ഇയാൾ 75 വയസ്സുകാരിയായ അമ്മയെ ചവിട്ടിക്കൊന്നത് എന്നാണ് പോലീസ് പറയുന്നത്. 50 വയസ്സുണ്ട് സന്തോഷിന്. വട്ടപ്പാറ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ചൊവ്വാഴ്ച രാത്രി 7:30 ഈ സംഭവം ഉണ്ടായത്. മദ്യപിക്കാനും പണയം വെച്ച ബൈക്ക് തിരികെ എടുക്കാനും അമ്മ പണം കൊടുത്തില്ല. ഇതാണ് ഈ ഒരു പ്രകോപനത്തിന്, മദ്യപാനിയായ മകനെ പ്രകോപിപ്പിച്ചത്. അതിനാണ് സ്വന്തം അമ്മയെ, പെറ്റമ്മയെ ഈ രീതിയിൽ ചവിട്ടി അതിക്രൂരമായി കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന് ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി. നേരത്തെ ആദ്യമായല്ല ഇയാൾ ഇത്തരത്തിൽ ഓമനമ്മയെ മർദ്ദിക്കുന്നത്. നേരത്തെയും പലതവണ മദ്യപിച്ച് വന്ന് ബഹളമുണ്ടാക്കുകയും അത് തടയുമ്പോൾ അല്ലെങ്കിൽ പാടില്ലെന്ന് പറയുമ്പോൾ ഈ രീതിയിൽ മർദ്ദിക്കാറുമുണ്ടായിരുന്നുവെന്ന് നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ പറയുന്നുണ്ട്. പലതവണ മർദ്ദിച്ചിരുന്നു. 2 കാലും വലത് കൈയും നേരത്തെ ഇയാൾ സ്വന്തം അമ്മയുടെ തന്നെ കൈയും കാലും ഒക്കെ ചവിട്ടി ഒടിച്ച ക്രിമിനൽ കൂടിയാണ്. ഈ മദ്യപാനി എന്ന പേരിൽ മാത്രം ഇയാൾക്ക് ഇളവ് നൽകാൻ പാടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് നേരത്തെയുള്ള ഇയാൾ ഉൾപ്പെട്ട അല്ലെങ്കിൽ അമ്മയെ മർദ്ദിച്ച കഥകളൊക്കെ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്. 2 കാലും ഇതിനു മുൻപ് അമ്മയെ ഇങ്ങനെ മർദ്ദിച്ചിട്ടുണ്ട്, കാലും കൈയും ചവിട്ടി ഒടിച്ചിട്ടുണ്ട്. അന്നൊന്നും ഈ ആൾക്കെതിരെ പോലീസിന്റെ ഭാഗത്ത് നടപടി ഉണ്ടായില്ല. അത്തരം പരാതിയുമായി പോലീസിനെ ഈ അമ്മ സമീപിച്ചിരുന്നില്ലേ? ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇയാളുടെ കുടുംബം, ഭാര്യയും മക്കളുമൊക്കെ ഇയാളുടെ ഈ സ്ഥിര മദ്യപാനവും ഈ ക്രൂരമായ സ്വഭാവം കാരണം മറ്റൊരിടത്താണ് താമസിക്കുക. ഇയാളിൽ നിന്ന് മാറിയാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയാണ് ഇയാളുടെ എല്ലാ വൃത്തികേടുകൾക്കും അല്ലെങ്കിൽ ഇത്തരം അക്രമങ്ങൾക്കും ഇരയായിരുന്നത്. സ്ഥിരമായി ഇങ്ങനെ മർദ്ദിച്ച് പ്രശ്നമുണ്ടാക്കുന്നതിന് കുടുംബം മാറി താമസിക്കുകയായിരുന്നു. നാട്ടുകാരും നിരന്തര വിഷയമായതുകൊണ്ട് തന്നെ ഇവിടെ ബഹളം കേട്ടാലോ മറ്റും ഇടപെടാറില്ലായിരുന്നു. നിരന്തരം പ്രശ്നമുണ്ടാക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നാട്ടുകാരും ആ ഭാഗത്തെ തിരിഞ്ഞു നോക്കാറില്ല. വീട്ടിൽ സ്ഥിരം പ്രശ്നമുണ്ടാക്കുന്നു. ഇന്നലെയും ഈ അമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം വീടിന് സമീപത്തെ ഷെഡും മറ്റും ഇയാൾ തകർത്തിരുന്നു. ഇയാളുടെ ഭാര്യയും മക്കളുമൊക്കെ മാറി താമസിക്കുകയുമാണ്. അത്തരത്തിലുള്ള സ്ഥിരം മദ്യപാനിയും സ്ഥിരം പ്രശ്നക്കാരനുമായ ഒരു ക്രിമിനലായി തന്നെ ഇയാളെ കാണണം. മദ്യത്തിന്റെ പേരിൽ ഇയാൾക്ക് ഏത് തരത്തിലുള്ള ഇളവ് ലഭിക്കാനും ഒക്കെ ഒരുപക്ഷെ പിന്നീട് നിയമപരമായ സാധ്യതയുണ്ട്. പക്ഷെ അതൊരു സ്ഥിരം ഏതെങ്കിലും പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ചെയ്തുപോയ കുറ്റമായി പോലും കാണാൻ കഴിയാത്ത തരത്തിൽ നിരന്തരം പ്രശ്നക്കാരനാണ് സന്തോഷ് എന്നാണ് നാട്ടുകാരുടെ മൊഴിയിൽ നിന്നൊക്കെ, നാട്ടുകാരുടെ പ്രതികരണത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന. പോലീസും ആ രീതിയിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വീട്ടിൽ മാത്രമാണോ ഈ സന്തോഷ് പ്രശ്നം ഉണ്ടാക്കിയിരുന്നത് അരുൺ, അതോ മദ്യലഹരിയിലെത്തി നാട്ടുകാരെ ഉപദ്രവിക്കുന്ന അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ പ്രതി? നാട്ടുകാരെ ഉപദ്രവിക്കുന്നതിന്റെ ഒരു പശ്ചാത്തലമൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇയാളുടെ മദ്യപാനിയാണ്, വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കും. വീട്ടുകാരുടെ മേലാണ് ഇയാൾ എപ്പോഴും ഈ രീതിയിൽ അവരെയാണ് ആക്രമിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുടുംബം ഏറെക്കാലം അയാളുമായി പിണങ്ങി താമസിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെയാണ്. സംഭവ സമയം
മണികണ്ഠന്റെ സഹോദരി വീട്ടിലുണ്ടായിരുന്നു. ഈ ഓമനമ്മയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാരും പരിസരവാസികളും ഒക്കെ ഓടി എത്തിയത്. അങ്ങനെയാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതും. ഏതായാലും നാട്ടുകാർക്ക് നേരെ ഏതെങ്കിലും അക്രമം നടത്തിയതോ അല്ലെങ്കിൽ അതിന് കേസുള്ളതായോ ഒന്നും വ്യക്തതയില്ല. പക്ഷേ ഇയാൾ സ്ഥിരം വീട്ടിൽ പ്രശ്നമുണ്ടാക്കാറുണ്ടായിരുന്നു. ഇയാളുടെ ഈ അക്രമവും ഇയാളുടെ കയ്യേറ്റവും ഒക്കെ അമ്മയ്ക്കും അതുപോലെ തന്നെ ഭാര്യയ്ക്കും ഒക്കെ എതിരെയായിരുന്നു. ഭാര്യ സ്വാഭാവികമായും അവർ മറ്റു സ്ഥലത്തേക്ക് സുരക്ഷിതമായി ജീവിക്കാൻ മറ്റു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നു. കുട്ടികളും ആ രീതിയിൽ തന്നെയാണ്. പക്ഷേ അമ്മയ്ക്ക് അവിടെ നിന്ന് മാറിപ്പോകാൻ കഴിയുമായിരുന്നു. 75 വയസ്സുള്ള വൃദ്ധയാണ്. അതുകൊണ്ട് തന്നെ അവർ അപ്പോഴും ആ വീട്ടിൽ തന്നെ താമസിച്ചു. അവരെയാണ് ഈ രീതിയിൽ അതിക്രൂരമായി ചവിട്ടി കൊലപ്പെടുത്തുന്നത്. ഒരുപക്ഷെ മൃഗീയമായി എന്ന് തന്നെ പറയേണ്ടി വരും. മൃഗങ്ങൾ പോലും ഈ രീതിയിൽ പെറ്റമ്മയോട് അല്ലെങ്കിൽ അവരെ വളർത്തുന്നവരോടൊന്നും മൃഗങ്ങൾ പോലും ആ രീതിയിൽ പെരുമാറുന്ന വളരെ കുറവായിരിക്കും. അങ്ങനെയാണ് ഈ മദ്യത്തിന്റെ ലഹരിക്ക് അടിമ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഒരു ക്രൂരമായ ഒരു ക്രിമിനൽ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. സാറിന് സൂചിപ്പിച്ചതുപോലെ അങ്ങേറ്റം ദാരുണമായ സംഭവമാണ്. കാരണം ഈ സന്തോഷിന്റെ ക്രൂരത കാരണം ഇയാളുടെ ഭാര്യയും മക്കളും ഉപേക്ഷിച്ചു പോയിരുന്നു. പിന്നീട് ഈ അമ്മയാണ് പലപ്പോഴും ഈ മദ്യലഹരിയിലെത്തുന്ന ഇയാളുടെ ആക്രമണത്തിന്റെ ഇരയായിരുന്നത്. ഇതിനു മുൻപ് അമ്മയെ ക്രൂരമായി ആക്രമിച്ച അമ്മയുടെ കൈയും കാലും ചവിട്ടി ഓടിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അമ്മയ്ക്ക് ക്രൂരമായ ആക്രമണം നേരിടേണ്ടി വരുന്നു. ഒടുവിൽ അമ്മയുടെ മരണം സംഭവിക്കുന്നു. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊല്ലം ചിതറയിൽ 5 അംഗ സംഘം യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. തുമ്പമൺ സ്വദേശി സുജിനാണ് കൊല്ലപ്പെട്ടത്. ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസ് നിഗമനം. സംഭവത്തിൽ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുമ്പമൺതൊടി സ്വദേശികളായ വിവേക്, സൂര്യജിത്ത്, ബിജു, മഹി, വിജയ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. വി വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിനോദ്, തിരുവനന്തപുരത്ത് നെടുമങ്ങാട് അല്പസമയം മുമ്പ് വി അരുൺ റിപ്പോർട്ട് ചെയ്തത് മദ്യലഹരിയിൽ ഒരു മകൻ അമ്മയെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസാണ്. ഇവിടെ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിലുള്ള വിരോധത്തെ തുടർന്ന് യുവാവിനെ 5 അംഗ സംഘം ക്രൂരമായി കൊലപ്പെടുത്തുന്നു, കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം. എന്താണ് ഈ കേസിനെ കുറിച്ച്, ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്ന വിവരങ്ങൾ? ദാരുണമായ സംഭവമാണ് കൊല്ലം ചിതറയിൽ സംഭവിച്ചത്. ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് യുവാക്കൾ തമ്മിൽ ഉണ്ടായ തർക്കം, ആ ഒരു തർക്കമാണ് കഴിഞ്ഞ ദിവസം രാത്രി ദാരുണമായ കൊലപാതകത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത്. ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഈ ഭാരവാഹികളായിരുന്ന കൊല്ലപ്പെട്ട സുജിനും അതോടൊപ്പം തന്നെ അനന്തു, ഇവർ രണ്ടുപേരും ഈ ക്ഷേത്രത്തിന്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭാരവാഹികളായിരുന്നു. മറ്റ് ഒരു വിഭാഗം യുവാക്കളുമായി ഉണ്ടായ തർക്കം, ഈ തർക്കത്തെ തുടർന്നാണ് ഈ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ കലാശിച്ചത്. മാത്രമല്ല ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട തർക്കം, അത് പിന്നീട് ഈ പരസ്യ മദ്യപാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദ്യം ചെയ്തത്, അതിലെ വൈരാഗ്യം, ഇതെല്ലാം തന്നെ കൊലപാതകത്തിന് കാരണമായെന്നാണ് FIR-ൽ വ്യക്തമാക്കുന്നത്. പ്രതികൾ പിടിയിലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കം. അതായത് കൊലപാതകത്തിന്റെ കലാശിച്ച സംഭവം തുടങ്ങുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ്. കൊല്ലപ്പെട്ട സുജിനും അതോടൊപ്പം തന്നെ സുഹൃത്തായ അനന്തവും ബൈക്കിൽ നിൽക്കുകയായിരുന്നു. ഈ സമയത്ത് ഈ പ്രതികളിൽ ഉൾപ്പെട്ട 2 പേർ ആ ഭാഗത്തേക്ക് വരികയും ഇവരെ അസഭ്യം പറയുകയും ചെയ്തു. തുടർന്ന് ഇരുവരും ബൈക്കുമായി അവിടെ നിന്ന് പോവുകയും ചെയ്തു. എന്നാൽ ഈ പ്രതികൾ 5-ലധികം വരുന്ന ആളുകൾ സഞ്ചരിച്ച് ഇവരെ പിന്തുടർന്ന് പിന്നീട് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. സുജിനെ കുത്തിക്കൊലപ്പെടുത്തി എന്നാണ് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ അനന്തുവിനും കുത്തേറ്റിട്ടുണ്ട്. ഈ സംഘത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ തന്നെയാണ് അനന്തുവിനെയും കുത്തിയത്. ഇതിൽ കൃത്യമായി തന്നെ പോലീസ് പറയുന്നുണ്ട്, ഇവർ ഈ കൊലപാതകം നടത്തുക, ആക്രമിക്കുക എന്നത് മാത്രമായിരുന്നില്ല. FIR-ൽ പറയുന്നത് കൊലപാതകം ഉറപ്പാക്കാൻ വേണ്ടി നടന്ന ഒരു സംഭവമായി തന്നെയാണ് ഇതിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ സുജിനെ 3 പേർ ബലമായി പിടിച്ചു വെച്ച് കൊടുക്കുകയായിരുന്നു. പിന്നീട് ഇങ്ങനെ ആക്രമിക്കുകയും ചെയ്തു, കുത്തുകയും ചെയ്തു. നാട്ടുകാർ ചേർന്ന് ആദ്യം അവിടെയുള്ള പ്രദേശത്ത് തന്നെ ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കുത്തേറ്റ അനന്തു ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. പ്രതികളെല്ലാം തന്നെ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന വിവരം കൂടി വരുന്നുണ്ട്. ഈ പ്രതികളിൽ ഉണ്ടായിരുന്നതിൽ സൂര്യജിത്ത്, അതായത് ആസൂത്രിതമായിട്ടുള്ള കൊലപാതകം, ഈ 5 അംഗ സംഘത്തിന്റെ, ക്രിമിനൽ സംഘത്തിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? കാരണം ലഹരി ഉപയോഗം ചോദ്യം ചെയ്തത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട തർക്കം പറയുന്നുണ്ട്. എന്താണ് കൊലപാതകത്തിന് കാരണം? ഈ 2 പേരോടുള്ള വിരോധത്തിന്റെ കാരണം എന്താണെന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല ഇവര് ഇതിന് മുൻപ് ഏതെങ്കിലും കേസുകളിൽ ലഹരി ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടിട്ടുള്ളവരാണോ പിടിയിലായ 5 അംഗ സംഘം? വിനോദ്,
ടോം, തിരുവനന്തപുരത്ത് നിന്ന് തന്നെ നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്ത വാർത്ത മാതാവിനെ കൊലപ്പെടുത്തിയ വാർത്തയാണ്. അത് ഈ ലഹരി ഉപയോഗിച്ചുള്ള കുറ്റകൃത്യമായിരുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിലെ വൈരാഗ്യം തന്നെയാണ് ഈ കൊലപാതകത്തിനും കാരണമായിട്ടുള്ളത്. പ്രതികളുടെ പരസ്യ മദ്യപാനം ചോദ്യം ചെയ്തു എന്ന കാര്യമാണ് ഇതിൽ പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, അവിടെ നടന്ന ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ കൊല്ലപ്പെട്ട സുജിനും അതോടൊപ്പം തന്നെ സുഹൃത്ത് അനന്തുവും ഇതിൻ്റെ ഭാരവാഹികളായിരുന്നു, ക്ഷേത്രം ഭാരവാഹികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവർ ഏർപ്പെട്ടപ്പോൾ എതിർ വിഭാഗത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ ആ പ്രദേശത്ത് തന്നെ മറ്റ് ഒരു സംഘം യുവാക്കളുമായി തർക്കമുണ്ടാകുന്ന നിലയുണ്ടായി. പിന്നീടാണ് ഈ പരസ്യ മദ്യപാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ തുടർച്ചയായി വരുന്നത്. അത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തിൽ കൊലപ്പെടുത്തിയെന്നാണ് പ്രതികളുടെ മറ്റ് പശ്ചാത്തലത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഈ എഫ്ഐആറിൽ പറയുന്നില്ല. പക്ഷേ അത് തുടരന്വേഷണത്തിലായിരിക്കും കാര്യങ്ങൾ വ്യക്തമാവുക. കാരണം ഇവർ ചെയ്ത രീതി അനുസരിച്ച് ഇത് പെട്ടെന്നൊരു പ്രകോപനത്തിൽ ഉണ്ടായ കാര്യമല്ല. വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ച് കാലങ്ങളോളം ഈ ആക്രമിക്കപ്പെട്ടവരുടെ പിന്നാലെ നടന്ന് അവരെ വകവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇവർ ഈ കൃത്യം നടത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. സൂര്യജിത്താണ് ഇതിൽ സുജിനെ കുത്തിവീഴ്ത്തുന്നത്. സുജിനാണ് കൊല്ലപ്പെട്ടത്. അനന്തുവിനും കുത്തേറ്റിട്ടുണ്ട്. ലാലു എന്ന മറ്റൊരാൾ ഈ സംഘത്തിലുണ്ടായിരുന്നു. ലാലുവാണ് അനന്തുവിനെ ആക്രമിച്ചതെന്നും പോലീസ് കണ്ടെത്തുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ പിടിയിലുള്ളവരെ വിശദമായി ചോദ്യം ചെയ്യും. ഇവരുടെ പശ്ചാത്തലം ഉൾപ്പെടെ പരിശോധിക്കും. ലഹരി തന്നെയാണ് ഈ കൊലപാതകത്തിന് കാരണമായത്. 3 പേർ ബലമായി സുജിനെ പിടിച്ചു വെച്ച് കൊടുത്തു. ഒരാൾ കുത്തി ഈ പറയുന്ന സൂര്യജിത്ത് കുത്തി വീഴ്ത്തുകയും ചെയ്തു. ലക്ഷ്യം അത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൻ്റെ പേരിൽ ഉണ്ടായതല്ല, മറിച്ച് ഇവരെ 2 പേർ എത്തി ആദ്യം അസഭ്യം പറയുകയും ഇവർ സഞ്ചരിക്കുമ്പോൾ കരുതിക്കൂട്ടി നിന്നവർ സംഘമായി ചേർന്ന് ഇവരെ കൊലപ്പെടുത്തുകയും ചെയ്തു. ആക്രമിക്കുക എന്നത് മാത്രമല്ല, ഇവരെ വകവരുത്തുക, ഇവരെ ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യം കൂടി പ്രതികൾക്കുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന തരത്തിലാണ് എഫ്ഐആറിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഏതായിരുന്നാലും ഇതിൽ കൂടുതലായ അന്വേഷണങ്ങൾ തുടരും. കൂടുതൽ പ്രതികളുണ്ടോ, പ്രതികളെ മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ടോം, വിനോദ്, ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കൊല്ലത്ത് തന്നെ, കൊല്ലം ജില്ലയിൽ തന്നെ മറ്റൊരു ആക്രമണം ഉണ്ടാകുന്നത്. ഒരു ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ഒരാളെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവം. അവിടെ ഗുണ്ടാ കുടിപ്പക, അങ്ങനെ പല കാരണങ്ങളും പറയുന്നുണ്ട്. ഇവിടെ ഗുണ്ടാ കുടിപ്പകയല്ല. പക്ഷേ ഈ പ്രതികളുടെ ഒരു സ്വഭാവ രീതി അല്ലെങ്കിൽ ഈ കൊലപ്പെടുത്താനുള്ള രീതിയൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇവർക്കൊരു ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് മനസ്സിലാക്കണം. ഇവിടെ ഒരു കൊട്ടേഷൻ ആക്രമണം മറ്റുമായി ഇതിനെ കാണണോ, അതോ ഈ കൊലയാളികൾക്ക്, ഈ 5 അംഗ സംഘത്തിന് ഈ മരിച്ച യുവാവുമായിട്ടുള്ള വൈരാഗ്യം അത് മാത്രമായിരിക്കുമോ ഈ കൊലപാതകത്തിന് കാരണമായി പറയപ്പെടുന്നത്? ടോം, ആയുധം കയ്യിൽ കരുതുക എന്നത് ഇവിടെ കൃത്യമായി മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. കാരണം ഇവർ ആയുധവുമായി സഞ്ചരിക്കുകയും രാത്രി ഈ ആക്രമിക്കപ്പെടേണ്ടവരെ കൃത്യമായി സ്പോട്ട് ചെയ്ത് അവർ സഞ്ചരിക്കുന്ന വഴിയിലൂടെ ആദ്യം 2 പേരെത്തുകയും അവരെ അസഭ്യം പറയുകയും അവർ അവിടെ നിന്ന് പോകുമ്പോൾ മറ്റുള്ളവർ കൂടി എത്തുകയും ആക്രമിക്കുകയുമായിരുന്നു. മാത്രമല്ല, അവരുടെ കൈവശം ആയുധമുണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമെന്ന് സമർത്ഥിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ വ്യക്തമാകുന്നത്. കാരണം പെട്ടെന്നൊരു പ്രകോപനത്തിൽ ആ ഭാഗത്തുള്ള എന്തെങ്കിലും ഒരു വസ്തു എടുത്ത് ആക്രമിക്കുകയല്ല, ഏതെങ്കിലും വടിയോ കമ്പോ അങ്ങനെയുള്ള ഇരുമ്പ് കഷ്ണങ്ങളോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുള്ളൊരു പെട്ടെന്നുണ്ടായ പ്രകോപനത്തിലെ ആക്രമണമല്ല, മറിച്ച് കൃത്യമായി ഇവർ ആയുധം കയ്യിൽ സൂക്ഷിച്ചിരുന്നു. ആ ആയുധം കൊണ്ടു നടക്കുകയും ഇവരെ വകവരുത്താൻ തീരുമാനിക്കുകയും ചെയ്തു എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് എഫ്ഐആറിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഇതിന് അടിസ്ഥാനമായത് നേരത്തെയുള്ള വൈരാഗ്യമാണ്, പൂർവ്വ വൈരാഗ്യം തന്നെയാണ് ഇത്തരമൊരു ആക്രമണത്തിന് അടിസ്ഥാനമെന്നും കൃത്യമായി പറയുന്നുണ്ട്. ക്ഷേത്രോത്സവത്തിൻ്റെ ഭാരവാഹിയായിരുന്നു കൊല്ലപ്പെട്ട യുവാവ്. അതോടൊപ്പം തന്നെ ആക്രമിക്കപ്പെട്ട മറ്റൊരാൾ ഈ യുവാവിൻ്റെ സുഹൃത്ത് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. ആ തരത്തിൽ ഈ ചിതറയിൽ ഉള്ള 2 യുവാക്കൾ, അവരവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ, ആ കമ്മിറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവർ, അവരോട് മറ്റ് ചിലർക്ക്, ഒരു വിഭാഗം യുവാക്കൾക്ക് തോന്നിയ ഒരു വൈരാഗ്യമാണ്. അതിൽ ഈ പരസ്യ മദ്യപാനം ചോദ്യം ചെയ്തടക്കമുള്ള കാര്യങ്ങൾ ഇതിനടിസ്ഥാനമായി വരുന്നുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ ഈ കൊലപാതകത്തിന് കാരണമായതായി പോലീസ് ചൂണ്ടിക്കാട്ടുന്നതും. ടോം, യെസ്, വ്യക്തമാണ്. ബി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വിനോദ് സൂചിപ്പിച്ചതുപോലെ ഈ മദ്യവും ലഹരിയും ഒക്കെയാണ് ഇവിടെ പലപ്പോഴും വില്ലനാകുന്നത്. ഇവിടെ കൊല്ലത്തൊരു യുവാവിന്റെ ജീവനെടുക്കുന്നു. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് സ്വന്തം അമ്മയെ മകൻ കൊലപ്പെടുത്താനുള്ള കാരണവും അവിടെ മദ്യമായിരുന്നു. സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത് എറണാകുളം മൂഴിക്കുളത്ത് 3.5 വയസ്സുള്ള കുഞ്ഞിനെ കല്യാണി എന്ന
പിഞ്ചു കുഞ്ഞിനെ സ്വന്തം അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസാണ്. പക്ഷെ എന്താണ് കൊലപാതകത്തിന് കാരണമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ആ വാർത്ത പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. എറണാകുളം മൂഴിക്കുളത്ത് സ്വന്തം അമ്മ എന്തിനാണ് ആ പിഞ്ചു കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്? സംഭവം നടന്ന് 2 പകലും 1 രാത്രിയും പിന്നിട്ടിട്ടും ഇതുവരെയും കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. കേസിൽ റിമാൻഡിലായ പ്രതി സന്ധ്യയെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. കുഞ്ഞിനെ കൊല്ലാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് വിശദമായി ചോദിച്ചറിയാനാണ് പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുന്നത്. കഴിഞ്ഞ ദിവസമാണ് അമ്മ സന്ധ്യ പുഴയിലെറിഞ്ഞ് 3 വയസ്സുകാരി കല്യാണിയെ കൊലപ്പെടുത്തിയത്. കേസിൽ കുഞ്ഞിന്റെ അച്ഛൻ സുഭാഷിന്റെ അമ്മ, 10 വയസ്സുള്ള മകൻ എന്നിവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്നായിരുന്നു സുഭാഷ് പറഞ്ഞത്. നേരത്തെ അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ട് അവർക്ക് ഇങ്ങനെ വല്ല കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ഞാൻ തന്നെ അവരോട് ചോദിച്ചേക്കണം. അപ്പൊ അവർ പറഞ്ഞു അങ്ങനെ ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു 1.5 മാസം മുമ്പ് എൻ്റെ അടുത്ത് വീണ്ടും കൊണ്ടുപോയാക്കിയത്. 1 മാസത്തോളം അവൾ അവളുടെ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ ലിറ്റിൽ ഫ്ലവറിൽ ആഴ്ചയിൽ പോയി അവിടെ ഇത് ചെയ്യുകയും ചെയ്തതാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ ചേച്ചി അമ്മയും കൂടെയാണ് എൻ്റെ അടുത്ത് ഇവിടെ കൊണ്ടുവന്നാക്കിയത്. അപ്പോൾ അന്നേരം ഞങ്ങൾ പറയുകയും ചെയ്താൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് അച്ഛനെയൊക്കെ വിളിച്ചുകൊണ്ട് പോകാം. എന്നിട്ട് വന്നോ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞ് കൊച്ചുങ്ങൾ കാണാണ്ട് പോകില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിന്നോളാൻ പറഞ്ഞ് അങ്ങനെ നിർത്തിയതാണ്. അതിനുശേഷം ഇന്നലെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. എനിക്കന്നൊരു കുഴപ്പമുണ്ടായിട്ടില്ല. എനിക്കന്ന് രാവിലെ ഒരു കുഴപ്പമില്ലാതെ ഞാൻ അവിടെ പോകുമ്പോൾ അവിടെ ഇരുന്ന് കുട്ടീനെ 2 പേരും ഉപദ്രവിക്കാറുണ്ട്. പിള്ളേരോട് മൊത്തത്തിൽ താല്പര്യക്കുറവായിരുന്നു. പക്ഷേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആർക്കും കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ഇച്ചിരി മടിയായിരുന്നു. പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ പിള്ളേരെ കൂടെ കെടുത്തൂല. അസുഖം അവർക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അവരൊന്നും പറഞ്ഞ് അവൾ കെടുത്തൂല. പിന്നെ എൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്യാറുണ്ട്. പിന്നെ അന്ന് പോയപ്പോഴും കൊച്ചു രാവിലെ മാറി ഡ്രസ്സ് വിലക്കിയിട്ട് അരിയും വെച്ച് എല്ലാം ചെയ്തിട്ടാണ് അവർ. അങ്ങനെ എന്താ തോന്നിയെന്നറിയില്ല. അവിടെ നിന്ന് കൊച്ചിൻ്റെ ജനന സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് പോയേക്കണം. പക്ഷേ അവക്കടെ ആധാറും സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാ സാധനവും കൊണ്ടുപോകണം. പോയിട്ട് വരുമ്പോൾ തിരിച്ചു കൊണ്ടുള്ളൂ. ഒരു സാധനം ഇവിടെ വെച്ചേക്കാറില്ല. പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് സാധനങ്ങൾ കൂടെ വെച്ചിട്ട് പോയിട്ടുണ്ട്. അവക്കടെ മരുന്ന് സാധനങ്ങളൊക്കെ കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ കൊച്ചിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇതുപോലെ നേരത്തെ പോയി പിള്ളേരെ 2 പേരും കൊണ്ട് ഇവിടെ നിന്ന് അങ്ങ് പോയിട്ട് അവരൊക്കെ വീട്ടിൽ വെച്ച് പിള്ളേരെ ടോർച്ചിനടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. മൂത്ത കൊച്ചിൻ്റെ തലയുടെ ഇവിടെയും ഇളയ കൊച്ചിൻ്റെ ചെവിയുടെ ഇവിടെയായിട്ട് അടിച്ചത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാനിവിടെ വരുമ്പോൾ ഞാൻ ഉണ്ടായിരുന്ന ജോലിക്ക് ചോദിക്കുമായിരുന്നു. അവരുടെ അമ്മയാണ് ഇവിടെ കൊണ്ടുപോയാക്കിയത്. അവരുടെ അമ്മ ഇവിടെ ഓട്ടോറിക്ഷ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോവുകയത്. അപ്പോൾ ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് ഞാൻ വരുമ്പോഴത്തേനും കൊച്ചിൻ്റെ ഇവിടെ മുളച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ സ്റ്റേഷനിൽ കൊണ്ടൊരു കംപ്ലയിൻറ്റ് കൊടുത്തായിരുന്നു, പുത്തമ്പുഴ സ്റ്റേഷനിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 മാസക്കാലം അവൾ അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് വന്നു. അതിനുശേഷം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പം മിനിങ്ങാന്ന് ഈ അവൾ പോണതിൻ്റെ തലേദിവസം സ്റ്റേഷനിൽ നിന്ന് തന്നെ വിളിച്ചായിരുന്നു ആ കേസ്. അപ്പം ഞാൻ കേസാക്കി എടുക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ പരാതി എന്താ എൻ്റെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവൾ ഇവിടെ എൻ്റെ കൂടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് എല്ലാം ഞാൻ പറഞ്ഞു. അതൊക്കെ ഞാൻ അവളോടും പറഞ്ഞു എടി സ്റ്റേഷനിൽ നിന്ന് വിളിച്ചേ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് എന്നോട് പറയുന്നത് എന്നാൽ ഒന്ന് പോലീസുകാരോട് ഒന്ന് പിടിച്ചുകൊണ്ട് പോകാൻ പറയാൻ പറഞ്ഞു. ഡാനി ഇപ്പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി,
ഈ സന്ധ്യയുടെ അമ്മ അല്ലി കഴിഞ്ഞ ദിവസം പറഞ്ഞത് സന്ധ്യയ്ക്ക് ബുദ്ധിവൈകല്യമുണ്ട്, അങ്ങനെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന സംശയമൊക്കെ അവർ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ സുഭാഷ്, ഇവരുടെ ഭർത്താവ് സുഭാഷ് വ്യക്തമാക്കുന്നുണ്ട് അത്തരം മാനസിക പ്രശ്നങ്ങളുള്ള വ്യക്തിയല്ല. പക്ഷെ കുഞ്ഞുങ്ങളെ പതിവായി ഉപദ്രവിച്ചിരുന്നു, പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് പരാതികളൊക്കെ നൽകിയിരുന്നുവെന്ന്. പക്ഷേ എന്താണ് കൊലപ്പെടുത്താനുള്ള കാരണമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. സുഭാഷിന് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എന്താണ് സുഭാഷ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുന്നത്? ഇക്കാര്യത്തിൽ എന്താണ് ഇതിനുള്ളൊരു കാരണം എന്നതിനെ സംബന്ധിച്ചാണ് എല്ലാവരും തന്നെ ആലോചിക്കുന്നത്. സുഭാഷും അത് തന്നെയുള്ള ഒരു ആലോചനയിലാണ്. കാരണം എന്ത് കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുഞ്ഞിനെ, ഒന്നും അറിയാത്തൊരു കുഞ്ഞിനെ, 3 വയസ്സുള്ളൊരു കുഞ്ഞിനെ ഇങ്ങനെ കൊലപ്പെടുത്തിയത് എന്നതിനെ സംബന്ധിച്ച് ആർക്കും ഒരു ഉത്തരവും നൽകാനില്ലാത്ത അവസ്ഥയിൽ തന്നെയാണ് സുഭാഷ് പ്രതികരിക്കുന്നത്. കാരണം അവർക്ക് മാനസികമായ യാതൊരു വെല്ലുവിളിയും അവർക്ക് ഉണ്ടായിരുന്നില്ല, തൻ്റെ അനുഭവത്തിൽ അതില്ല എന്ന് പറയുന്നു. ഇങ്ങനെ അധികം ആരോടും സംസാരിക്കാത്ത ഒരു പ്രകൃതം തന്നെയാണ്. ഇങ്ങനെ ഒന്നും സംസാരിക്കാതെ തുടരുന്നത് കൊണ്ട് തന്നെ ആരെങ്കിലും കൺസൾട്ട് ചെയ്യണമെങ്കിൽ അത് ചെയ്യാമെന്നെല്ലാം തന്നെ പറഞ്ഞിരുന്നു. തുടർന്ന് അവരുടെ വീട്ടിലേക്ക് പോവുകയും കുറച്ച് നാൾക്ക് ശേഷം അങ്ങനെ മറ്റു പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഒന്നും തന്നെ അവരുടെ സ്വഭാവത്തിലില്ല, മാനസിക പ്രശ്നങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് അവരുടെ വീട്ടുകാർ തന്നെ പറഞ്ഞിരുന്നു എന്നാണ് സുഭാഷ് പറയുന്നത്. തുടർന്നാണ് വീട്ടിലേക്ക് വീണ്ടും വരികയും എല്ലാം തന്നെ ചെയ്തത്. പക്ഷേ സുഭാഷ് പറയുന്നൊരു കാര്യമുണ്ട്, കുട്ടികളെ ഉപദ്രവിക്കുന്നൊരു സ്വഭാവമായിരുന്നു സന്ധ്യയ്ക്ക് ഉണ്ടായിരുന്നത്. മൂത്ത മകനെ സ്ഥിരമായി ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് വന്നിരുന്നു. അവനെ ടോർച്ച് കൊണ്ടെല്ലാം തന്നെ അടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. അന്ന് ഈ പുത്തൻകുരിശ് പോലീസിൽ സുഭാഷ് ഒരു പരാതി നൽകിയിരുന്നു. പക്ഷേ അതൊരു കേസിൻ്റെ സ്വഭാവത്തിലേക്ക് പോവില്ല. കാരണം കുട്ടികളുടെ അമ്മ തന്നെ ആയതുകൊണ്ട് പിന്നീട് അവരെ ഒന്ന് ഭയപ്പെടുത്തുക, അവരെ ഒന്ന് ഈ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക എന്നതുകൊണ്ട് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് സുഭാഷ് തന്നെ പറഞ്ഞിരുന്നു, ഈ പരാതി നൽകിയിട്ടുള്ള മര്യാദയ്ക്ക് കുട്ടികളെ ഒന്നും ഉപദ്രവിക്കരുത്, അത്തരം കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി മിതത്വം പാലിക്കണം എന്നെല്ലാം പറയുകയും ചെയ്തിരുന്നതായിട്ട് സുഭാഷ് പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ഒരു ഉപദ്രവത്തിനും കാര്യങ്ങൾക്കും എല്ലാം ഒരു കുറവുണ്ട് എന്ന രീതിയിലൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ അതിന് വലിയ ആയുസ്സുണ്ടായിരുന്നില്ല എന്നതാണ് അത്തരം തോന്നലുകൾക്ക്. പിന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ നടക്കുകയും ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നത് സംബന്ധിച്ച ഇപ്പോഴും അതൊരു ദുരൂഹത ബാക്കി നിൽക്കുകയാണ്. ഇന്നിപ്പോൾ പുത്തൻകുരിശ് പോലീസ് സുഭാഷിൻ്റെ വീട്ടിലെത്തി സുഭാഷിൻ്റെയും അമ്മയുടെയും അതോടൊപ്പം തന്നെ ഈ കല്യാണിയുടെ ജ്യേഷ്ഠൻ അവരുടെയും മൊഴി രേഖപ്പെടുത്തുകയാണ്. കുറേ സമയമായി ആ മൊഴി രേഖപ്പെടുത്തലടക്കമുള്ള നടപടികൾ തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. നിലവിൽ ഈ സന്ധി ഇതുവരെ കസ്റ്റഡിയിൽ പോലീസ് വാങ്ങാനുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടില്ല. ഇവരുടെ എല്ലാം തന്നെ മൊഴിയെടുപ്പ് പൂർത്തിയായതിനു ശേഷം അന്വേഷണ സംഘം അതുകൂടി വിശകലനം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവർക്ക് ഈ വീട്ടുകാർ പറയുന്നത് പോലെ, സന്ധ്യയുടെ വീട്ടുകാർ പറയുന്നത് പോലെ ഏതെങ്കിലും രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളോ വെല്ലുവിളികളോ നേരിട്ടിട്ടുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊരു വ്യക്തമായ രീതിയിലുള്ളൊരു പരിശോധനയും കാര്യങ്ങളും എല്ലാം തന്നെ വേണം. അവരും അന്വേഷണ സന്ധ്യയെ ഭർത്താവ് സുഭാഷ് പതിവായി ഉപദ്രവിച്ചിരുന്നു, മർദ്ദിക്കാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെയൊക്കെ ഒരു വിഭ്രാന്തി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുടുംബ പ്രശ്നങ്ങളൊക്കെ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കാരണമായിട്ടൊക്കെ സന്ധ്യയുടെ കുടുംബം ആരോപിച്ചിരുന്നല്ലോ. ഇതേക്കുറിച്ച് സുഭാഷ് എന്താണ് പറയുന്നത്? അങ്ങനെ ഇരുവരും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നോ? ഇക്കാര്യത്തിൽ സുഭാഷിൻ്റെ കുടുംബം പറയുന്നത് അങ്ങനെ ഒരു വിഷയങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം ഒരു കുടുംബമാകുമ്പോൾ ഉണ്ടാകുന്ന സാധാരണ രീതിയിലുണ്ടാകുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങനെ പോലും ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഈ സന്ധ്യയെ രക്ഷിക്കാൻ വേണ്ടി വീട്ടുകാർ പറയുന്ന ഒരു കാര്യങ്ങളിൽ മാത്രമാണ് അവരിതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വരുന്ന ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് നയിക്കുന്നെങ്കിൽ അത് വലിയ വിഷയങ്ങളുണ്ടാകാം. അങ്ങനെയുള്ള യാതൊരു രീതിയിലുള്ള വഴക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ തങ്ങളുടെ വീട്ടിലുണ്ടായിട്ടില്ല എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ പരിസരത്ത് നിങ്ങൾക്ക് അന്വേഷിക്കാം, പരിസരവാസികളോട് അന്വേഷിക്കാം, ചുറ്റുപാടും ബന്ധുക്കളും എല്ലാവരും തന്നെ ഉണ്ട്, അവരെന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഒരു വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവരോട് ഇടപെടാൻ സംസാരിക്കാൻ പോലും വിമുഖത കാട്ടിയിരുന്ന ഒരാളാണ് സന്ധ്യ എന്നാണ് പരിസരത്തുള്ളവരും പറയുന്നത്. ആരോടും വലിയ അടുപ്പം വെച്ച് പുലർത്താത്ത രീതിയിലാണ് അവർ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത്. സന്ധ്യയുടെ കുടുംബം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളെല്ലാം തന്നെ സുഭാഷിൻ്റെ കുടുംബം നിരാകരിക്കുകയാണ്. കാരണം യാതൊരു രീതിയിലുള്ള ഈ രീതിയിൽ ഒരു മാനസിക സംഘർഷങ്ങളുണ്ടാകുന്ന ഒരു ഗാർഹിക പീഡനം എന്നെല്ലാം പറയാവുന്ന രീതിയിലേക്കുള്ള ഒന്നും തന്നെയും അവിടെ നടന്നിട്ടില്ല എന്ന് തന്നെയാണ്
അവരുടെ കുടുംബവും പറയുന്നത്. എന്തായാലും മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. അതേപോലെ സന്ധ്യയുടെ വീട് ഭാഗത്തായാലും എവിടെയായാലും സുഭാഷിൻ്റെ വീട്ടിലായാലും അതാത് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്നവരുടെ അവരെ സ്റ്റേഷനുകൾ വളരെ പെട്ടെന്ന് തന്നെ ഈ മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട്. റൂറൽ SP-യുടെ നേതൃത്വത്തിലാണ് ഇത് ഒരു വിശകലനം ചെയ്യുകയും അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്. ഇതിനുശേഷം അത് വിശകലനം ചെയ്തതിനു ശേഷം കസ്റ്റഡി അപേക്ഷയും സമർപ്പിക്കും. തുടർന്ന് സന്ധ്യയെയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും ആവശ്യമെങ്കിലുള്ള ചോദ്യം ചെയ്യലും അടക്കമുള്ള കാര്യങ്ങൾ പിന്നീടുണ്ടാകും. ടോം. ഡാനി, ഇതുപോലുള്ള പല കേസുകൾ പരിശോധിച്ച് നോക്കിയാൽ, അതായത് സ്വന്തം മക്കളെ അമ്മമാർ കൊലപ്പെടുത്തിയ നിരവധി കേസുകൾ നമ്മൾ കണ്ണൂരും തിരുവനന്തപുരത്തും കൊച്ചിയിലും ഉൾപ്പെടെ ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കേസുകളൊക്കെ പരിശോധിച്ച് നോക്കിയാലും പിടിക്കപ്പെട്ട് പോലീസ് പിടികൂടി കഴിഞ്ഞാലും യാതൊരു കുറ്റബോധവുമില്ലാതെ പെരുമാറുന്ന അമ്മമാരെയാണ്, യുവതികളെയാണ് കാണാൻ കഴിയുന്നത്. ഇവിടെയും ഈ സന്ധ്യ ഇന്നലെ ജയിലിൽ, അതായത് റിമാൻഡിലായതിനു ശേഷം ജയിലിൽ യാതൊരു കുറ്റബോധമോ സങ്കടമോ പ്രകടിപ്പിച്ചില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞ കാര്യം. എന്താണ് ഈ പോലീസിന്റെ പിടിയിലായ ശേഷം ചോദ്യം ചെയ്യലിനടക്കം സന്ധ്യ എങ്ങനെയാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിനോട് അന്വേഷണത്തോട് സഹകരിക്കുന്നത്? അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ടോം, ഇക്കാര്യത്തിൽ നിലവിൽ റിമാൻഡിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് ചോദ്യം ചെയ്യുമ്പോഴെല്ലാം തന്നെ അവരത് ചെയ്തു. അതായത് കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞു എന്നത് വളരെ വ്യക്തമായി അവർ സമ്മതിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ഉത്തരങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. വളരെ നിസ്സംഗയായി ഈ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്ന രീതിയിലാണ് അവർ പോകുന്നത്. അതാണ് തുടക്കത്തിൽ ഈ സന്ധ്യയുടെ അമ്മ പറഞ്ഞതിൽ എന്തെങ്കിലും സാങ്കത്യമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കാൻ തുനിഞ്ഞു. കാരണം ഇവർ സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് യാതൊരു ഭാവഭേദവും ഇല്ലാതെ തന്നെ ഇവർക്ക് മുന്നിൽ നിൽക്കുന്നു. പശ്ചാത്താപം ഒരിക്കൽ പോലും അതിന് കണ്ണു നിറയുകയോ ഒരിക്കൽ പോലും ഇല്ലാതെ തന്നെയാണ് അവർ ഈ ചോദ്യങ്ങളെ നേരിടുന്നത്. അവർ പലതിനും ഉത്തരം പറയുന്നില്ല, വളരെ മിണ്ടാതെ ഇരിക്കുന്നു. ആ രീതി തന്നെയാണ് അവർ തുടരുകയും ചെയ്യുന്നത്. പക്ഷേ ഈ കുട്ടി ഇല്ലാതാക്കിയ കാര്യങ്ങളെല്ലാം തന്നെ അവർ പറയുന്നുണ്ട്. പുഴയിൽ നിന്ന് താഴേക്ക് എറിയുകയായിരുന്നു, കൃത്യമായി കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചു കൊടുത്തു. ഇവിടെ അംഗനവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യം ചോദിച്ചപ്പോൾ അത് പറഞ്ഞു. പിന്നീട് ആലുവ പുഴയുടെ പരിസരത്ത് അവിടുത്തെ മണപ്പുറത്തേക്കുള്ള പാലത്തിലെത്തിയ കാര്യം അവർ സ്ഥിരീകരിച്ചു. പലരുന്നായി പോലീസ് ആ പരിസരത്തുള്ളവരിൽ നിന്ന് അടക്കമുള്ള വിവരങ്ങൾ തേടിയിരുന്നു. അത് അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. അവിടെ ചെന്നിരുന്ന കാര്യം അവർ പറയുന്നുണ്ട്. പിന്നീട് മറ്റു പലരും അവരോട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് അവിടെ നിന്ന് മാറിയത്. പിന്നീട് കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയായിരുന്നു മൂഴിക്കുളം ഭാഗത്തേക്ക് അവർ പോവുകയും ചെയ്ത് അക്കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും എന്തുകൊണ്ട് ഇങ്ങനെ സ്വന്തം കുട്ടി ഇല്ലാതാക്കാനുള്ളൊരു മാനസികാവസ്ഥ, എന്താണ് അതിൻ്റെ കാരണം, എന്തുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ അവർ ഇതുവരെയും ഒരു ഉത്തരവും പോലീസിന് നൽകിയിട്ടില്ല എന്നത് തന്നെയാണ് വസ്തുത. അത്തരം കാര്യങ്ങൾ കൂടുതൽ വിശകലനം ചെയ്യേണ്ടതാണ്. കാരണം പോലീസും അതിനുവേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത്. ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെങ്ങനെ എത്തുന്നു, അല്ലെങ്കിൽ എന്താണ് അവരുടെ മാനസികാവസ്ഥ എന്നതും പിടുത്തം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളിൽ കൃത്യമായൊരു സമീപനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സുഭാഷിൻ്റെ വീട്ടുകാർ അവർക്ക് മാനസികമായൊരു കുഴപ്പമില്ല എന്ന് പറയുന്നു. സന്ധ്യയുടെ വീട്ടുകാർ പറയുന്നത് അവർക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. അത്തരം കാര്യങ്ങൾ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ തന്നെയാണ് പരിശോധിച്ച് പറയേണ്ടത്. ടോം. യെസ്, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. എന്താണ് സംഭവിച്ചതെന്ന് കൂടി വ്യക്തമാകേണ്ടതുണ്ട് ഈ കേസിൽ. ഒരു ഇടവേള കൂടി. സ്പോട്ട് ലൈവ് തുടരുന്നു.
ആലപ്പുഴ ചേർത്തല പൂച്ചാക്കലിലെ ഗേൾസ് ഹോമിൽ നിന്ന് കാണാതായ 2 പെൺകുട്ടികളെയും കണ്ടെത്തി. ഒരാളെ ഹരിപ്പാട് നിന്നും രണ്ടാമത്തെ പെൺകുട്ടിയെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് കണ്ടെത്തിയത്. ദിശ കാരുണ്യ കേന്ദ്രം ഗേൾസ് ഹോം എന്ന സ്വകാര്യ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നാണ് ഇരുവരെയും ഇന്നലെ മുതൽ കാണാതായത്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യ, എന്തിനാണ് ഈ പെൺകുട്ടികൾ ഈ ഗേൾസ് ഹോമിൽ നിന്നും കടന്നു കളഞ്ഞത്? അവിടെ നിന്നും ചാടിപ്പോയതെന്ന് അറിയണം. അതോടൊപ്പം ഇത് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ ഗേൾസ് ഹോമിൽ എന്തെങ്കിലും മാനസികമായിട്ടുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ പെൺകുട്ടിയെ അലട്ടിയിരുന്നോ? തോമ, ഈ കുട്ടികൾ പോയിരിക്കുന്നത് അത് അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു യാത്രയായിരുന്നു എന്നുള്ള രീതിയിലാണ് പോലീസ് വിശദീകരിക്കുന്നത്. അതായത് 2 കുട്ടികളും പൂച്ചക്കലുള്ള ദിശ എന്ന ഗേൾസ് ഹോമിലെ അന്തേവാസികളാണ്. അവിടെ നിന്നും ഇന്നലെ രാവിലെ, അതായത് പുലർച്ചെയോടെയാണ് ഇവരെ കാണാതാകുന്നത്. പുലർച്ചെ 1:30 ഈ കുട്ടികൾ ഗേൾസ് ഹോമിൽ നിന്ന് കടന്നു കളഞ്ഞു എന്നുള്ള വിവരം ഇവർക്ക് ബോധ്യമാവുന്നു. 10 മണിയോടുകൂടി അധികൃതർ പോലീസിൽ പരാതി നൽകുകയുമാണ് ചെയ്യുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പുലർച്ചെ 1:30 കുട്ടികൾ അവിടെ നിന്ന് പോയി എന്നുള്ള വിവരം ലഭിക്കുന്നു. 16 വയസ്സുകാരികളായ 2 പെൺകുട്ടികളാണ് അവിടെ നിന്നും രക്ഷപ്പെട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതിൽ ഒരു കുട്ടിയുടെ വീട് ഹരിപ്പാടാണ്. ഹരിപ്പാട് സ്വദേശിനിയായ പെൺകുട്ടി സൂര്യയാണ്. ഇവര് അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം പൂച്ചക്കൽ നിന്നും ഈ വടുതല എന്ന സ്ഥലത്താണ് ഈ ഗേൾസ് ഹോം പ്രവർത്തിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങി ഇവര് ഒരു ഇരുചക്ര വാഹനത്തിന് കൈ കാണിച്ചു. അതായത് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതുണ്ട്, പക്ഷേ ജോലി സ്ഥലത്തിനെത്തിയപ്പോൾ വൈകിപ്പോയി എന്നാണ് ഇവര് ഇരുചക്ര വാഹനത്തിൽ ആളോട് പറഞ്ഞത്. തുടർന്ന് ഇവരെ ഒന്ന് ചേർത്തല ബസ് സ്റ്റാൻഡിൽ ഇറക്കുമോ എന്ന് ചോദിച്ചു. തുടർന്ന് ആ ചെറുപ്പക്കാർ ഇവരെ ഇത്തരത്തിൽ ചേർത്തലയിലെ ബസ് സ്റ്റാൻഡിൽ ഇറക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് ഇവരെ പദ്ധതിയിടുന്നത് വീട്ടിലേക്ക് പോകാം, അതായത് സൂര്യയുടെ വീട്ടിലേക്ക് പോകാം എന്നുള്ളതാണ് പദ്ധതിയിടുന്നത്. അവിടേക്ക് എത്താനായി അവർ ഉദ്ദേശിച്ചത്, അവിടെ സൂര്യയുടെ അമ്മ ഇവരെ കാണാൻ വരുന്നത് ഇരുചക്ര വാഹനത്തിലാണ്. അതുകൊണ്ട് തന്നെ സ്കൂട്ടർ അവിടുന്ന് എടുക്കാം എന്നുള്ള ഒരു പ്ലാനിലാണ് ഈ കുട്ടികൾ അവിടേക്ക് ചെല്ലുന്നത്. തുടർന്ന് ഈ സ്കൂട്ടറിന്റെ താക്കോൽ പുറത്ത് വാഹനത്തിൽ തന്നെ താക്കോൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വീട്ടിൽ. ഇവര് അവിടെ നിന്ന് ഈ സ്കൂട്ടർ എടുക്കുന്നു. സ്കൂട്ടർ എടുത്തപ്പോൾ സ്കൂട്ടറിനുള്ളിൽ നിന്ന് ഇവർക്ക് പണം ലഭിച്ചു. അതായത് ചിട്ടിക്ക് അടയ്ക്കുന്നതിന് വേണ്ടി ഈ സൂര്യയുടെ അമ്മ കരുതി വെച്ചിരുന്ന 10,000 രൂപ ആ വാഹനത്തിന്റെ ഡിക്കി ഭാഗത്ത് ഉണ്ടായിരുന്നു. തുടർന്ന് ഈ പൈസയുമായി കുട്ടികൾ തിരിച്ച് ആലപ്പുഴയിലേക്ക് വരുന്നു. മാരാരിക്കുളത്ത് എത്തി. മാരാരിക്കുളത്തെ ഒരു ബ്യൂട്ടി പാർലറിലേക്കാണ് കുട്ടികൾ പോകുന്നത്. അവിടെ ചെന്ന് ഈ ശിവകാമിയും സൂര്യയും തങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നു. അതായത് സൂര്യ തന്റെ മുടി മുഴുവൻ മുറിച്ചു കളഞ്ഞു. ഒരു ബോയ്ക്കട്ട് അടിച്ചിട്ട് ഈ കുട്ടി അവിടുന്ന് മുടി ആ ഒരു ബോയ്ക്കട്ടിന്റെ രീതിയിൽ മുടി വെട്ടി ഈ കുട്ടി അവിടെ നിൽക്കുന്നു. ഒപ്പം തന്നെ ശിവകാമി മുടി കളർ, അതായത് ഹെയർ കളർ ചെയ്തു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നീല നിറം മുടിയിൽ അടിച്ച് അവിടെ നിന്ന് കുട്ടികൾ ഇറങ്ങുവാണ്. പിന്നീട് ഇവർ ഇരുചക്ര വാഹനത്തില് കറങ്ങി പലയിടങ്ങളിലായി നടക്കുകയായിരുന്നു. അതിനിടയിൽ ശിവകാമിയും സൂര്യയും തമ്മിൽ 2 വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായി. തുടർന്ന് സൂര്യ തിരികെ പോകാം എന്നുള്ള രീതിയിൽ സ്കൂട്ടറിൽ തിരികെ പോരുകയും ശിവകാമി അവിടെ നിന്ന് പോവുകയുമാണ് ചെയ്തത്. സൂര്യയെ ഇന്ന് രാവിലെ 5:30 ഹരിപ്പാട് നിന്നും പൂച്ചക്കൽ CA സുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് സൂര്യയെക്കുറിച്ച് വിവരം ലഭിക്കുകയും സൂര്യ ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഈ സ്കൂട്ടറിൽ കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായൊക്കെ ആയിരുന്നിരിക്കണം. എന്തായാലും പൂച്ചക്കൽ CA സുബ്രഹ്മണ്യ നേതൃത്വത്തിലുള്ള സംഘം ഈ കുട്ടിയെ അവിടെ നിന്ന് പിടികൂടുന്നു. തീർച്ചയായും ശരണ്യ, ഈ ഒരു സംഭവം, അതായത് ബ്യൂട്ടി പാർലറിൽ കയറി അവരുടെ രൂപമാറ്റം വരുത്താൻ ശ്രമിക്കുന്നു, ഇത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് മലപ്പുറം തിരൂരിൽ നിന്നും കാണാതായ പെൺകുട്ടികളുടെ കേസ് പരിശോധിച്ചാലും ഇങ്ങനെ തന്നെയായിരുന്നു. അവർ മുംബൈയിൽ ചെന്നു, അതിനുശേഷം അവിടെ ബ്യൂട്ടി പാർലറിൽ ചെന്ന് രൂപമാറ്റം വരുത്താൻ ശ്രമിക്കുന്നു. പിന്നീടാണ് അവരെ പെൺകുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞത്. പക്ഷെ ഇവിടെ ഈ കേസിൽ, പ്രത്യേകിച്ചും ഈ ഗേൾസ് ഹോമിൽ കഴിയുന്ന പെൺകുട്ടികൾക്ക് എങ്ങനെയാണ് ഇതിനുള്ള പണം കിട്ടിയത്, ഇവർ എവിടെ നിന്നാണ് ഈ പണം ഇവർക്ക് കിട്ടിയതെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ആരുടെയെങ്കിലും സഹായം ഇവർക്ക് ലഭിച്ചിരുന്നോ?
ഇതൊരു 16 വയസ്സുകാരുടെ ഒരു 16 വയസ്സിന്റെ ഒരു പ്രായത്തിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ അതിനകത്ത്. അവർ അത്തരത്തിലൊരു സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കാനും ഇഷ്ടമുള്ള രീതിയിൽ നടക്കുന്നതിനും ഒക്കെ വേണ്ടി തന്നെയാണ് അവർ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. അങ്ങനെ തന്നെയാണ് ആ കുട്ടികൾ പറയുകയും ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഈ നമുക്കറിയാം പല രീതിയിൽ വിക്ടിംസ് ആയിട്ടുള്ള കുട്ടികളാണ് ഇത്തരത്തിൽ ഗേൾസ് ഹോമുകളിലും ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് വന്ന് ചേരുന്ന കുട്ടികളാണ് ഇവരൊക്കെ. അതുകൊണ്ട് പലതരത്തിൽ ഇരകളാക്കപ്പെടുന്ന കുട്ടികളാണ് ഇത്തരത്തിൽ ഗേൾസ് ഹോമുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ നിന്നും മറ്റൊരു ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് പോകണം എന്നൊരു ആഗ്രഹം കൂടി ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവർക്ക് പണം ലഭിച്ചത് ഇവര് സ്കൂട്ടർ എടുക്കാനായിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ആ സ്കൂട്ടറിൽ അമ്മ സൂക്ഷിച്ചിരുന്ന 10,000 രൂപയാണ് ഇവർ എടുത്തുകൊണ്ട് പോരുന്നത്. സൂര്യയുടെ അമ്മ ചിട്ടി അടക്കുന്നതിന് വേണ്ടി സൂക്ഷിച്ചിരുന്ന 10,000 രൂപയാണ് ഇവർ എടുക്കുന്നത്. ആ 10,000 രൂപയുമായാണ് സ്കൂട്ടറിൽ ഇവര് വീണ്ടും ആലപ്പുഴയിലേക്ക് പുറപ്പെടുകയും തിരിച്ച് ഈ മാരാരിക്കുളത്ത് ഇവർ എത്തുകയും ചെയ്തു. മാരാരിക്കുളത്ത് എത്തിയിട്ട് അവിടെയുള്ളൊരു ബ്യൂട്ടി പാർലറിൽ കയറി അവിടെയാണ് ഈ 5,000 രൂപ ചെലവാക്കി ഇത്തരം കാര്യങ്ങളൊക്കെ ഇവരവിടെ ഈ കുട്ടികൾ അവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അവരുടെ ഇഷ്ടപ്രകാരം അവർ മുടി വെട്ടി, നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറത്ത് നിന്നും ആ കുട്ടി മുംബൈയിലെത്തിയാണ് ഹെയർ സ്ട്രെയിറ്റൻ ചെയ്തത് എന്നുള്ളതാണ് അവരുടെ രക്ഷകർത്താക്കൾ പറഞ്ഞത്. അതായത് മുടി സ്ട്രെയിറ്റൻ ചെയ്യുന്നതിനോ ആ രീതിയിൽ മാറുന്നതിനോ ഒക്കെ ഉള്ള ആഗ്രഹപ്രകാരം ഈ കുട്ടി അവിടെ പോയി അത് ചെയ്തു എന്നുള്ളതാണ്. അതിന് മുമ്പേ ഇവരെ എത്തി എന്നുള്ളതാണ് നമുക്ക് അന്ന് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം. ആ രീതിയിൽ തന്നെയാണ് ഈ കുട്ടികളും ചെയ്തിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ബ്യൂട്ടി പാർലറിൽ വന്നു. ആദ്യം ആ കിട്ടിയ പൈസ കൊണ്ട് അവർ ചെയ്തത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ മുടിയുടെ രൂപഭാവം മാറ്റുക, ആ രീതി. അല്ലാതെ അവർ രൂപം മാറ്റി മറ്റൊരിടത്തേക്ക് പോകാനുള്ള നീക്കമോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഒളിച്ചോടി പോകാനുള്ള ഒരു നീക്കമൊന്നും അല്ലായിരുന്നു. പിന്നീട് ഈ കുട്ടികൾ ഈ ഇരുചക്ര വാഹനത്തിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഇവിടെ തന്നെ അവർ വാഹനം ഓടിച്ച് നടന്നു എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്നും പിന്നീട് ഇവര് സൂര്യ ഈ ഒരു യാത്രക്കിടയിൽ ശിവഗാമിയുടെ ഒരു പദ്ധതിയാണ് ഇത്തരത്തിൽ പോകാനായി ഇവരൊരു പ്ലാനിങ്ങിലേക്ക് എത്തിയത്. താൻ ഈ ഹോമില് സംതൃപ്തിയാണ് എന്നുള്ളതാണ് ഈ സൂര്യ ഇപ്പൊ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. അങ്ങനെ ആ രീതിയിൽ പോകുന്നതിന് വേണ്ടി ഇവർ തയ്യാറെടുക്കുന്നു. ഒരുപക്ഷെ ശിവഗാമിനെ ഇപ്പൊ ഷൊർണൂർ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ ഒരുപക്ഷെ മറ്റൊരു സ്ഥലത്തേക്ക് വിട്ടു പോകണമെന്നുള്ള നിർദ്ദേശം വന്നപ്പോഴായിരിക്കും ഇവർ തമ്മിൽ പ്രശ്നമുണ്ടാകുകയും സൂര്യ തിരികെ പോവുകയും ചെയ്തിട്ടുള്ളത്. ഹരിപ്പാടാണ് ഈ സൂര്യയുടെ വീടുള്ളത്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് ലക്ഷ്യം വെച്ച് പോകുന്ന വഴിക്കായിരിക്കും ഒരുപക്ഷെ പോലീസിന്റെ കയ്യിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളതെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ശിവഗാമി ആ ഡിസിഷനിൽ തന്നെ നിൽക്കുകയും ആ കുട്ടി പോവുകയുമാണ് ചെയ്തിട്ടുള്ളത്. ആ കുട്ടിയെ ഇപ്പോൾ ഷൊർണൂരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. പക്ഷേ ഇതുപോലുള്ള വാർത്തകൾ, സംഭവങ്ങളൊക്കെ ഈ പിള്ളേരെ സ്വാധീനിക്കുന്നുണ്ടാകാം. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരൂരിൽ നിന്നും കാണാതായ പെൺകുട്ടികളും സമാനമായ രീതിയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഈ കുട്ടികളൊക്കെ പറയുന്നത് തങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം വേണം. പക്ഷേ ഈ 16 വയസ്സുള്ള പെൺകുട്ടികൾ തനിച്ച് പുറത്തിറങ്ങി നടക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അവർ സുരക്ഷിതരല്ല, പല അപകടങ്ങളും സംഭവിക്കാം. അത്തരത്തിലൊരു തിരിച്ചറിവാണ് ഈ കുട്ടികൾക്ക് വേണ്ടത്. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ പ്രതികൾ നടത്തിയത് കോടികളുടെ ഇടപാടുകളെന്ന് വിജിലൻസ്. കേസ് ഒത്തുതീർപ്പാക്കുന്നതിന്റെ പേരിൽ 30 കോടിയിലേറെ രൂപ പലരിൽ നിന്നായി തട്ടിയെടുത്തെന്നാണ് നിഗമനം. കൈക്കൂലി പണം ഉപയോഗിച്ച് ഇടനിലക്കാർ ഭൂമിയും വീടുകളും വാങ്ങിയെന്ന വിവരവും വിജിലൻസിന് ലഭിച്ചു. ഒന്നാം പ്രതിയും ED ഉദ്യോഗസ്ഥനുമായ ശേഖർ കുമാറിനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്ന് വിജിലൻസ് SP S ശശിധരൻ പറഞ്ഞു. പരാതിക്കാരന്റെ മൊഴി പ്രകാരമാണ് ഒന്നാം പ്രതിയെ FIRൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ളവർക്കെതിരെ എവിഡൻസ് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞുകൊണ്ടാണ് നമ്മളത് അവരെ അറസ്റ്റ് ചെയ്തത്. ഇനി മറ്റ് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷണം വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിൻ്റെ ഫൈൻഡിങ്സ് അനുസരിച്ചാണ് നമ്മൾ മുൻപോട്ട് പോകുക. നമ്മളുടെ മുൻപിൽ വന്നിട്ടുള്ള ഒരു കാര്യം, ഒരു പരാതി, അതിൽ ഒരു പ്രിലിമിനറി വെരിഫിക്കേഷൻ നടത്തി ആ പരാതിയിൽ കഴമ്പുണ്ടെന്നാണ്ട് നമ്മൾ മുൻപോട്ട് പോയി. 3 പ്രതികളുടെയും വിജിലൻസ് കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും ED ഉദ്യോഗസ്ഥരെതിരായിട്ടുള്ള എന്തൊക്കെ തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത്? കാരണം 30 കോടിയിലേറെ രൂപ കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ഈ ED ഉദ്യോഗസ്ഥർ കൈപ്പറ്റിയിട്ടുണ്ട്, കൈക്കൂലിയായി വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിലും ഈ ശേഖർ കുമാർ, കഴിഞ്ഞ ദിവസം മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥൻ, 2 പേരുടെ പേരുകൾ പറഞ്ഞു കേട്ടു. ശേഖർ കുമാർ കേസിൽ ഒന്നാം പ്രതിയാണ്. കൂടുതൽ ED ഉദ്യോഗസ്ഥർക്ക് ഈ കൈക്കൂലി ഇടപാടുകളിൽ പങ്കുണ്ടെന്ന വിവരങ്ങൾ വിജിലൻസിന് ലഭ്യമായിട്ടുണ്ടോ?
ടോം, ഈ രീതിയിലാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതായത് ഈ 3 പ്രതികൾ, ഇടനിലക്കാരായ 3 പേരെയും ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെയും അതോടൊപ്പം തന്നെ വിജിലൻസ് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണങ്ങളിലുമാണ് ഈ കാര്യങ്ങൾ നിലനിൽക്കുന്നത്. കാരണം ഇവർ കോടിക്കണക്കിന് രൂപ കഴിഞ്ഞ കുറേ നാളുകൾ, ഏതാണ്ട് 3 വർഷത്തിലധികമായിട്ട് ഇവർ ഈ സംഘം ED ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത്രയധികം രൂപ ഈ കാലം അത്രയും കൊണ്ട് ഇവർ സമാഹരിച്ചതെന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം ഒരു ഇടനിലക്കാരൻ കൂടിയാണ് മുകേഷ് ഇതിൽ നിന്ന് സ്വരൂപിച്ച പണം കൊണ്ട് പറവൂർ പുത്തൻവേലിക്കരയിൽ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, മറ്റു പലരുടെ പേരിലും സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ലാൻഡ് വാല്യൂ എല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു തുകയിലേക്ക് എല്ലാം തന്നെ എത്തുന്നത്. ഇങ്ങനെ ഈ സംഘം തന്നെ വീടുകളും വസ്തുക്കളും എല്ലാം തന്നെ ഈ രീതിയിലേക്ക് തരപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ ഉപയോഗിച്ചിരുന്നത് മുംബൈയിലെ ഒരു കമ്പനിയുടെ അക്കൗണ്ടാണ് ഉപയോഗിച്ചിരുന്നത്. ആ കമ്പനിയെക്കുറിച്ച് ഇപ്പോൾ വിജിലൻസ് അന്വേഷിക്കുകയാണ്. ഇവരുടെ അക്കൗണ്ട് ഇവർക്ക് ദുരുപയോഗം ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നെങ്കിൽ അവർക്ക് ഈ കേസുമായി ബന്ധമുണ്ട് എന്ന് തന്നെ കരുതുന്നു. ഈ കേസ് എന്ന് പറയുമ്പോൾ ഈ ഒരു റാക്കറ്റുമായി അവർക്ക് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. ഇങ്ങനെ ഇതിലൂടെ ലഭിക്കുന്ന പണം എങ്ങനെയാണ് ഇവർ അക്കൗണ്ടബിൾ ആക്കുന്നത് എന്നതാണ് അന്വേഷിക്കുന്നത്. അതിന് അവർക്കും പണം നൽകുന്നുണ്ടാകാം. സാധാരണഗതിയിൽ വൻതോതിലുള്ള ഈ പണം ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ കൈക്കൂലി, അത് ഏത് രീതിയിലാണെങ്കിലും എത്ര ചെറിയ തുകയാണെങ്കിലും ഈ അക്കൗണ്ട് വഴി ഒന്നും തന്നെ നൽകുന്നൊരു ശീലങ്ങളോ നമ്മൾ കേട്ടിട്ടോ ഒന്നുമില്ല. പക്ഷേ ഇത് കൃത്യമായി അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുവാനും അത്തരം കാര്യങ്ങൾ വിശ്വാസ്യത ഉറപ്പിക്കുവാനും എല്ലാം ഈ സംഘം ശ്രമിച്ചിട്ടുണ്ട്. അത് ഇവരിലേക്ക് തന്നെ പണമായിട്ട് ഈ പണം പിന്നീട് കറങ്ങി എത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ആസൂത്രിതവും വളരെ ബുദ്ധിപൂർവമായ നീക്കങ്ങളാണ് ഇവർ നടത്തിയിട്ടുള്ളത് എന്നതാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരം നീക്കങ്ങളിൽ വളരെ കൃത്യത പുലർത്തിയതുകൊണ്ട് തന്നെയാണ് ഈ ശേഖർ കുമാറിലേക്ക് മൊഴികളുടെ അടിസ്ഥാനത്തിൽ എത്താൻ മാത്രമാണ് വിജിലൻസിന് കഴിഞ്ഞിട്ടുള്ളത്. കുറെ കൂടി തെളിവുകൾ കൂടി ഇക്കാര്യത്തിൽ സമാഹരിക്കേണ്ടതുണ്ട് എന്ന് വിജിലൻസ് തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായ ഒരു തെളിവുകളിലേക്ക് പോകണമെങ്കിൽ പരിശോധനകൾ ആവശ്യമാണ്. ഈ മുംബൈയിലെ ഒരു കമ്പനിയുടെ അക്കൗണ്ടിനെ മറയാക്കിയാണ് ഈ കൈക്കൂലി ഇടപാടുകൾ നടന്നത്. ഈ കൈക്കൂലി പണം വെളുപ്പിച്ചത് എന്ന വിവരങ്ങൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ടല്ലോ. ഈ കമ്പനിയെ കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ടോ? ആരുടെ കമ്പനിയാണ്? അതിൽ ഈ ED ഉദ്യോഗസ്ഥരുടെ ബന്ധം എന്താണ്? ടോമി, കമ്പനിയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. കാരണം അക്കൗണ്ട് കാര്യങ്ങളെല്ലാം തന്നെ വിജിലൻസ് അതിൽ വിവരങ്ങൾ ലഭിക്കുമ്പോഴത്തെ സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് പുറത്തേക്ക് വിടുവാൻ വിജിലൻസ് തയ്യാറായിട്ടില്ല. കാരണം അതിൽ പരിശോധന നടത്തുകയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കമ്പനി ഉടമകൾ അതോടൊപ്പം തന്നെ അവരുടെ മറ്റ് സ്റ്റാഫുകൾ, പ്രത്യേകിച്ച് സാമ്പത്തിക വിഭാഗം, ഫിനാൻസ് വിഭാഗം ഇതിലുള്ള മറ്റു സ്റ്റാഫുകൾ ഇത് സംബന്ധിയായ കാര്യങ്ങൾ അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് കൊണ്ട് തന്നെ ഈ കമ്പനിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ വിജിലൻസ് പുറത്തേക്ക് വിട്ടിട്ടില്ല. പക്ഷേ പൂനെയിൽ കേന്ദ്രീകരിക്കുന്ന ഒരു കമ്പനിയാണ് എന്ന് സമ്മതിക്കുന്നുണ്ട്. നാളുകളായിട്ട് ഇതിലേക്ക് അക്കൗണ്ടിൽ പണം വന്നതായിട്ടുള്ള വിവരങ്ങളും അവർക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി കൃത്യതയോടുകൂടി വിജിലൻസ് മുന്നോട്ട് പോകണമെന്ന് പറയുന്നു. അതുകൊണ്ട് പരിമിതമായ കാര്യങ്ങൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നൽകുന്നത്. എന്തായാലും അവർക്കിതിൽ കൃത്യമായ റോൾ ഉണ്ട് എന്ന് തന്നെയാണ് വിജിലൻസ് പറയുന്നത്. അല്ല എങ്കിൽ ഇങ്ങനെ ലഭിക്കുന്ന പണം ഇപ്പോൾ 50 ലക്ഷം രൂപയുടെ 4 ഗഡുക്കളായിട്ട് നിക്ഷേപിക്കാനാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇത് ചെറിയ തുകയല്ല. ഇത്രയും വലിയ തുക ഈ അക്കൗണ്ടിലേക്കെല്ലാം തന്നെ വരുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്തുന്നത്, വിദേശത്തേക്ക് അയക്കുന്നു, പിന്നീട് തിരികെ എത്തുന്നു എന്നെല്ലാമാണ് പറയുന്നത്. അതപ്പോൾ വളരെ സങ്കീർണമായ, വളരെ ബുദ്ധിപൂർവമായ നീക്കങ്ങളാണ്. അപ്പോൾ ഇതിന് വലിയൊരു നെറ്റ്വർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഈ ഒരു ഉദ്യോഗസ്ഥൻ മാത്രം എന്നത് ഇപ്പോൾ വിജിലൻസിന് സംശയമുണ്ട്. പക്ഷേ അവരിലേക്കെല്ലാം എത്തണമെങ്കിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്കെതിരെയാണ് വിജിലൻസ് ഇപ്പോൾ ഈ നീക്കം നടത്തുന്നത്. അതുകൊണ്ട് കൃത്യമായ തെളിവുകൾ വേണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ പിടിയിലായവരുടെ ഗാഡ്ജറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിട്ടിരിക്കുകയാണ്. ഈ പരിശോധനാ ഫലത്തിലെങ്കിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ കാര്യങ്ങളുണ്ടാകുമെന്നാണ് വിജിലൻസ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഇപ്പോഴുള്ള കസ്റ്റഡിയിലുള്ള പ്രതികളുടെ അവരുടെ വിജിലൻസ് കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ കസ്റ്റഡി കൂടുതൽ ദിവസങ്ങളിലേക്ക് വേണമെന്നൊരാവശ്യം വിജിലൻസിനുണ്ട്. അത് ഒരുപക്ഷെ ഈ പരിശോധനാ ഫലം കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കാം അത്തരം ഒരു അപേക്ഷ മുന്നോട്ട് വെക്കുക. ഏതായാലും ഇഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കേസിൽ വിജിലൻസ് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴും അവർ ആവർത്തിക്കുന്നുണ്ട്, മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള ഈ ഉദ്യോഗസ്ഥനെ പ്രതിയാക്കിയത്. പക്ഷേ കൃത്യം തങ്ങൾക്ക് കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വിജിലൻസ് ഉള്ളത്. ടോം, യെസ്, കൃത്യമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം
ED ഉദ്യോഗസ്ഥനായിട്ടുള്ള ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യാൻ ഉള്ള നീക്കത്തിലാണ് വിജിലൻസ്. തുടർന്ന് സ്വാഭാവികമായും അറസ്റ്റ് ഉണ്ടാകും. കൂടുതൽ ED ഉദ്യോഗസ്ഥർ ഈ കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുമെന്നാണ് വിജിലൻസ് നൽകുന്ന സൂചനകളും. ഇടവേള. തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് യുവതിയെ മാലമോഷ്ടാവാക്കി ചിത്രീകരിച്ച് പീഡിപ്പിച്ചതിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കൂടി സസ്പെൻഷൻ. ബിന്ദുവിനോട് ഏറ്റവും മോശമായി പെരുമാറിയ ASI പ്രസന്നനെയാണ് സസ്പെൻഡ് ചെയ്തത്. സബ് ഇൻസ്പെക്ടർ പ്രസാദിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. സാരംഗ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സാരംഗ്, തുടക്കത്തിൽ തന്നെ ബിന്ദു ആരോപണം ഉന്നയിച്ചത് ഈ പ്രസാദിനും പ്രസന്നനുമെതിരെയാണ്. പക്ഷേ പ്രസാദിന് ആരോപണം ഉയർന്ന് ആദ്യ ദിവസം തന്നെ പ്രസാദിനെതിരെ നടപടി വന്നു. ഈ പ്രസന്നനെ പക്ഷേ അതിനുശേഷം വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ പ്രസന്നനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇയാളെ സംരക്ഷിക്കാൻ ഏതെങ്കിലും തലത്തിൽ പോലീസ് ഉന്നതരുടെ ഭാഗത്തുനിന്ന് നീക്കങ്ങൾ ഉണ്ടായിരുന്നോ? എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും ടോം, തുടക്കത്തിൽ തന്നെ പോലീസ് വകുപ്പിനെതിരെ കൃത്യമായ ആരോപണങ്ങളുമായിരുന്നു ബിന്ദു ഉന്നയിച്ചിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചത് പ്രസന്നനെതിരെയായിരുന്നു. കാരണം വളരെ മോശമായി പെരുമാറി, ഭക്ഷണവും വെള്ളവും ചോദിച്ച സമയത്ത് ടോയ്ലറ്റിൽ നിന്നും എടുത്ത് കുടിക്കാൻ പറയുക, അത്തരത്തിലുള്ള മിനിമം പ്രാഥമികമായ പരിഗണന പോലും ലഭിക്കാത്ത രീതിയിലായിരുന്നു. ഒരു ദളിത് യുവതി എന്നതിലുപരി പ്രാഥമികമായ ഒരു പരിഗണന പോലും ലഭിക്കാത്ത രീതിയിലായിരുന്നു പ്രസന്നന്റെയും മറ്റുള്ള ആറ് പോലീസുകാർക്കെതിരെയായിരുന്നു പരാതി പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അതിൽ SIക്കായിരുന്നു ആദ്യം സസ്പെൻഷൻ നേരിടേണ്ടി വന്നിരുന്നത്. അതിനുശേഷം 2 ദിവസത്തെ അന്വേഷണം CCTV കേന്ദ്രീകരിച്ചും മറ്റുള്ള തെളിവുകൾ ശേഖരിച്ചുമായിരുന്നു പോലീസിന്റെ അന്വേഷണം. സംരക്ഷണം ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും നടപടിക്രമങ്ങൾ പോലീസ് വളരെ വൈകിയാണെങ്കിലും കൃത്യമായി പാലിച്ചു പോകുന്നു എന്നതാണ് മനസ്സിലാക്കണം. കാരണം കഴിഞ്ഞ മാസം 23-നാണ് ബിന്ദു ഇത്തരത്തിലുള്ള പരാതി പോലീസിനും മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും അടക്കം പരാതി നൽകിയിട്ടും അന്നൊന്നും ഉണ്ടാവാതിരുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ഇന്നിപ്പോൾ മാധ്യമശ്രദ്ധ ഇതിൽ പിടിച്ചു പറ്റിയതിനു ശേഷമാണ് ഇത് പോലീസ് വകുപ്പിന്റെ വകുപ്പ് തല അന്വേഷണം ഉണ്ടായതും പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SI പ്രസാദിനെ സസ്പെൻഡ് ചെയ്തതും അതിനുശേഷം തുടർന്നുള്ള വിശദമായ അന്വേഷണത്തിൽ പ്രസന്നനെയും പിന്നീട് സസ്പെൻഡ് ചെയ്തത്. കൂടുതൽ ഇതിലധികം പോലീസുകാർക്കെതിരെ നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന. കാരണം കൃത്യമായ പരാതിയാണ് ബിന്ദു ഉന്നയിക്കുന്നത്. കാരണം ഇന്നേ പോലീസുകാർ കണ്ടാൽ അറിയാവുന്ന പോലീസുകാർ തന്നോട് ചെയ്ത ക്രൂരതകളുടെ കൃത്യമായ വിവരങ്ങൾ പരാതിയിലും മാധ്യമങ്ങളോടും കൃത്യമായി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. പ്രസന്നനെതിരെ ഉണ്ടായിട്ടുള്ള പരാതി എന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളൊന്നും തന്നെ പാലിച്ചില്ല, പ്രാഥമിക പരിഗണന പോലും ലഭിച്ചില്ല. യുവതി എന്നതിലുപരി അസഭ്യവർഷം ഒരുപാട് തവണ അസഭ്യവർഷം നടത്തി, കള്ളി എന്നുള്ള രീതിയിൽ ഒരു സംസാരമുണ്ടായി. അതേപോലെ തന്നെ ഭക്ഷണം നൽകിയില്ല. സ്റ്റേഷനിൽ അടുത്ത ദിവസം 12 മണി പുലർച്ചെ 3 മണി വരെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. അടുത്ത ദിവസം 12 മണിക്ക് സ്റ്റേഷനിൽ നിന്ന് വിട്ടയക്കുമ്പോഴും ഈ ഏരിയയിൽ കണ്ടുപോകരുത്, അല്ലെങ്കിൽ ഈ സ്റ്റേഷൻ പരിധിയിൽ കണ്ടുപോകരുത് എന്ന തരത്തിലായിരുന്നു സ്റ്റേഷനിൽ നിന്ന് SIയും ASI ആയിട്ടുള്ള പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള രീതി പെരുമാറ്റം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും കാണേണ്ടതെന്ന് വെച്ചാൽ പ്രസന്നനായിരുന്നു ബിന്ദുവിനെതിരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറ്റം ഉണ്ടായത്. ആ പ്രസിഡന്റിനെയാണ് ഇപ്പോൾ നിലവിൽ സസ്പെൻഡ് ചെയ്ത്. കൂടുതൽ വകുപ്പ് തല നടപടികൾ ഉണ്ടാകും. കാരണം കൂടുതൽ അന്വേഷണം വേണം. CCTV കേന്ദ്രീകരിച്ചുള്ള ഇതോടൊപ്പം വനിതാ ഉദ്യോഗസ്ഥർക്കെതിരെയും ആരോപണമുണ്ടല്ലോ. ഇവർക്കെതിരെ എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത്? കാരണം ഒരു സ്ത്രീക്ക് നൽകേണ്ട പരിഗണന പോലും, ഒരു ദളിത് സ്ത്രീയാണ്, അവർക്ക് നൽകേണ്ട ഒരു പരിഗണന പോലും ഈ പോലീസ് സ്റ്റേഷനിൽ ഈ ഉദ്യോഗസ്ഥർ നൽകിയില്ല. അവിടെ ഈ വനിതാ ഉദ്യോഗസ്ഥർ പോലും മോശമായി പെരുമാറി എന്ന് പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അവർക്കെതിരെ ഇതുവരെയും നടപടി ഉണ്ടാകാത്തത്?
കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷമായിരിക്കും മാത്രമായിരിക്കാം ഇവർക്കെതിരെ നടപടി എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. കാരണം കൃത്യമായ തെളിവ് ആരൊക്കെ എങ്ങനെയൊക്കെ പെരുമാറി എന്നുള്ളത് പരാതിയിൽ പറയുന്നുണ്ടെങ്കിലും അതിനുവേണ്ട തെളിവുകളും മറ്റും ശേഖരിച്ച ശേഷം മാത്രമായിരിക്കും, കൃത്യമായ അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും. കാരണം പിന്നീട് അത് വകുപ്പ് തല അന്വേഷണത്തിൽ മാത്രം ഒതുങ്ങിപ്പോവാത്ത രീതിയിൽ ഇവർക്കെതിരെ നടപടിയെടുക്കുന്ന പറ്റുന്ന രീതിയിലായിരിക്കണം നിലവിലെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സ്ത്രീകൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇതിലെ പ്രതിപട്ടികയിൽ അല്ലെങ്കിൽ കുറ്റാരോപിതരായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം സ്ത്രീ എന്നൊരു പരിഗണന പോലും കൊടുക്കാതെയാണ് കള്ളി എന്ന് വിളിച്ചും അസഭ്യം വിളിച്ചും ഭർത്താവിനെയും കുട്ടികളുടെയും മുന്നിൽ വെച്ച് മോശമായി പെരുമാറിയും ഭക്ഷണം നൽകാതെയും ഒക്കെ ഇവർ പെരുമാറിയിട്ടുണ്ട്. അതിൽ വനിതാ പോലീസും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ വനിതാ പോലീസുകാർക്കെതിരെയും നടപടിക്രമങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ നിലവിൽ രണ്ടുപേരെ മാത്രമാണ് സസ്പെൻഡ് ചെയ്തത്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടാണോ എന്ന തരത്തിലുള്ള വ്യക്തതകൾ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ നമുക്ക് മനസ്സിലാകും. വ്യക്തമാണ്. എസ് സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് ദളിത് സ്ത്രീയോട് മോശമായി പെരുമാറിയ കള്ളക്കേസിൽ കുടുക്കി കസ്റ്റഡിയിലെടുത്ത് മോശമായി രീതിയിൽ പെരുമാറി ചോദ്യം ചെയ്ത് 20 മണിക്കൂറോളം കസ്റ്റഡിയിൽ വെച്ച കേസിലാണ് 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. 30 വർഷം ഒളിവിൽ കഴിഞ്ഞ കൊലക്കേസ് പ്രതി പാറശാലയിൽ പിടിയിൽ. ധനുവച്ചപുരത്തെ സമ്പന്ന കുടുംബ അംഗമായിരുന്ന നീലകണ്ഠരുടെ മകൻ പ്രസാദിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ കന്യാകുമാരി സ്വദേശി ദാസപ്പൻ എന്ന് വിളിക്കുന്ന രാജപ്പനെയാണ് കഴിഞ്ഞ ദിവസം പാറശാല പോലീസും ഷാഡോ പോലീസും ചേർന്ന് പിടികൂടിയത്. പ്രതി ഒളിവിൽ കഴിഞ്ഞത് തമിഴ്നാട്ടിലാണ്. 1996 കേസിനാസ്പദമായ സംഭവം. ധനുവച്ചപുരത്ത് നടന്നൊരു മർഡർ ഫോർ ഗെയിനില് പ്രതിയെ 30 വർഷങ്ങൾക്ക് ശേഷം പാറശാല പോലീസ് സ്റ്റേഷനിൽ ക്രൈമുള്ളതാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദാസപ്പൻ എന്ന് വിളിക്കുന്ന രാജപ്പൻ 53 വയസ്സ്. ഇയാൾ കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് പല സ്ഥലങ്ങളിലും വേഷം മാറി പേര് മാറി കൃഷിയും അതുപോലെ റബ്ബർ ടാപ്പിംഗ് തൊഴിലും ഒക്കെ ആയിട്ട് കഴിഞ്ഞു വരികയായിരുന്നു. വളരെ വിവാദമായിട്ടുള്ളൊരു കേസാണിത്. 7 പേര് രാത്രി വന്ന് ഒരു വീട്ടിൽ കയറി മോഷണം നടത്തുന്നതിനിടയിൽ അവിടുത്തെ മുതിർന്ന ഒരാളെ ഉപദ്രവിക്കുകയും അത് തടയാൻ ചെന്ന അയാളുടെ മകന് 22 വയസ്സുള്ള പ്രസാദ് എന്ന ആളെ പാര കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ, പ്രധാനപ്പെട്ട പ്രതിയാണ് ഇയാൾ. ഇതിൽ മർഡർ ഫോർ ഗെയിൻ ആണ് സെക്ഷൻ. ഇയാൾ ഇത്രയും 30 വർഷത്തിന് ശേഷമാണ് അറസ്റ്റിലാവുന്നത്. പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളവരുണ്ട്, ഇനിയും അത് അറസ്റ്റ് ചെയ്യാനുണ്ട് പ്രതികളെ. എങ്ങനെയാണ് ഇത് ഞങ്ങൾ കുറേ നാളുകളായിട്ട് ഇയാളെ നിരീക്ഷിച്ചു വരിക. ഇയാൾക്ക് ജാമ്യം നിന്ന് ഇയാളുടെ കൂടെ ജോലി ചെയ്തിട്ടുള്ളവരും അങ്ങനെയുള്ളവരെയൊക്കെ വെരിഫൈ ചെയ്താണ് തമിഴ്നാട് ഷാഡോ പോലീസിന്റെ സഹായത്തോടു കൂടി തമിഴ്നാട്ടിൽ നിന്ന് ഇന്നലെ അറസ്റ്റ് ചെയ്യുക, കോടതിയിൽ ഹാജരാക്കുന്നു. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, ഒരുപക്ഷെ ഈ പലരും ഈ 30 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഈ ബന്ധുക്കൾ പോലും ഈ സംഭവത്തെക്കുറിച്ചും മറന്നു കാണും. പക്ഷേ എങ്ങനെയാണ് പോലീസ് ഈ പ്രതിയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത്? വീണ്ടും ഈ യുവാവിനെ പ്രസാദിനെ കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം നടത്തുന്നതിടെയാണോ ഈ പ്രതി രാജപ്പൻ പിടിയിലായത്, അതോ മറ്റേതെങ്കിലും കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ ഈ സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണോ? നമുക്ക് മനസ്സിലാക്കുന്നത് പോലെ ഈ സംഭവം നടക്കുന്ന 1996 96 ധനുവച്ചപുരത്തെ ഒരു പ്രബലമായ കുടുംബത്തിലായിരുന്നു ഈ ഒരു കൊല നടക്കുന്നത്. അവിടെ ജോലിക്ക് നിന്നിരുന്ന വ്യക്തിയായിരുന്നു ഈ രാജപ്പൻ എന്ന ദാസപ്പൻ. അവിടെ വിവാഹ ചടങ്ങുകൾക്കുമായി സൂക്ഷിച്ചിരുന്ന സ്വർണം കവരാനെത്തിയ സംഘത്തിലെ ഒരു അംഗമായിരുന്നു ഈ പറയുന്ന രാജപ്പൻ എന്ന് പറയുന്ന ഇയാൾ. ഇതിനോടൊപ്പം ഉണ്ടായിരുന്ന 6 പേരെയും അന്ന് പോലീസ് കൂടിയിരുന്നു. പക്ഷെ രാജപ്പൻ ഒളിവിൽ പോവുകയായിരുന്നു. രാജപ്പൻ തമിഴ്നാട് കേന്ദ്രീകരിച്ചായിരുന്നു ഇദ്ദേഹം ഒളിവിൽ താമസിച്ചിരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് മൂവാറ്റുപുഴയിലെ ഒരു സ്ഥലത്തും ഇദ്ദേഹം ടാപ്പിംഗ് തൊഴിലാളിയായി താമസിച്ചിരുന്നു. ഇയാളുടെ രീതി എന്ന് പറയുന്നത് വീടുകൾ വാടകയ്ക്കെടുത്ത് മാറി പോവുക, പേര് മാറി വയ്ക്കുക, ഇതൊക്കെ പോലീസിൽ നിന്ന് വെട്ടിച്ച് നടക്കാനുള്ളൊരു തന്ത്രമായി ഇയാൾ നടക്കുകയായിരുന്നു. എന്നാൽ ഷാഡോ പോലീസിന് ലഭിച്ച രഹസ്യ വിവരവും ഒപ്പം നേറ്റിങ്ങര DSP കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇയാളെ തമിഴ്നാട്ടിൽ തക്കലയ്ക്ക് സമീപത്ത് പിടികൂടിയത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അരുൺമോഹൻ, ഇയാള് കഴിഞ്ഞ 30 വർഷത്തോളം തമിഴ്നാട്ടിൽ തന്നെ ഒളിവിൽ കഴിയുകയായിരുന്നോ? മാത്രമല്ല അവിടെയും ഈ ഇതുപോലെ തന്നെ ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഈ കഴിഞ്ഞ 30 വർഷം ഇയാൾ എന്ത് ചെയ്യുകയായിരുന്നു കൂടി അറിയണം.
അരുൺമോഹൻ, ഈ കഴിഞ്ഞ 30 വർഷം, അതായത് ഈ കൊലപാതകം നടത്തി ഒളിവിൽ കഴിഞ്ഞ ഈ 30 വർഷം ഇയാൾ ഇതുപോലെ തന്നെ ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മോഷണമോ പിടിച്ചുപറിയോ അങ്ങനെയുള്ള ഒരു തൊഴിലേർപ്പെട്ട് ജീവിച്ചു പോരുകയായിരുന്നോ? ഇയാളുടെ പശ്ചാത്തലം എന്തായിരുന്നു? ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹം അതിനുശേഷം കാർഷിക മേഖലയിൽ സജീവമായി നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ ഇദ്ദേഹം എത്തിയതിനു ശേഷം അവിടെയുള്ള സ്ഥലങ്ങളിൽ ഭൂമി പാട്ടത്തിനടുത്തും ഒപ്പം ഈ പറയുന്ന കാർഷിക മേഖലകളിൽ ജോലി ചെയ്തൊക്കെയായിരുന്നു ഇദ്ദേഹം ജോലി ചെയ്ത് മുന്നോട്ട് വന്നിരുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തുടർന്ന് പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇദ്ദേഹത്തിലേക്ക് എത്തുന്നത്. ഇയാൾ ഇടയ്ക്ക് കേരളത്തിലേക്ക് വന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷെ തമിഴ്നാട് പോലീസ് ഇപ്പോൾ സഹായത്തോടെയാണ് ഇപ്പോൾ കേരള പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്ക് തമിഴ്നാട്ടിൽ എന്തെങ്കിലും കേസുണ്ടോ, മറ്റു കേസുകൾ പ്രതിയാണോ എന്നുള്ള കാരണം ഒക്കെ ഇപ്പോഴും പരിശോധിച്ചു വരുന്നുള്ളതായി നമ്മളോട് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് സൂചിപ്പിച്ചതുപോലെ 30 വർഷത്തിന് ശേഷം ഒരു പ്രതിയെ കിട്ടുക എന്ന് പറയുമ്പോൾ സൂചിപ്പിച്ചതുപോലെ വീട്ടുകാർ പോലും ഒരുപക്ഷെ ആ കൊലപാതകയുടെ മുഖം മറന്ന ഒരു സാഹചര്യം നിൽക്കുമ്പോഴാണ് പോലീസ് ഈ പ്രതിയെ പിടിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. വ്യക്തമാണ്. അരുൺമോഹനാണ് വിവരങ്ങൾ നൽകിയത്. 30 വർഷം ഒളിവിൽ കഴിഞ്ഞ കൊലക്കേസ് പ്രതിയാണ് പാറശാലയിൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.